ഹായ്, അപ്പോൾ നമ്മളിന്ന് പോയിട്ട് വന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ 5ാമത്തെ ഹയസ്റ്റ് മൗണ്ടനിലാണ് കേട്ടോ. ഇവൻ 6 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹെവൻസ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ അമലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മൂന്നാറിലാണുള്ളത്. നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ മൂന്നാറിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറിൽ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് മൗണ്ടൻ, അതായത് 5ാമത്തെ ഹയസ്റ്റ് മൗണ്ടനായ ചൊക്രമുടി എന്ന് പറഞ്ഞൊരു മൗണ്ടനാണ് കേട്ടോ നമ്മളിന്ന് കയറാൻ പോകുന്നത്. എവിടെ പോകുന്നത് പറഞ്ഞോട്, എവിടെ സ്ഥലം എവിടെയാ? മലയാളത്തിൽ പറഞ്ഞു. ശ്വാസം കിട്ടുന്നില്ലെന്ന് പറയാൻ. ചക്രമുടി അല്ലേ? സൗത്ത് ഇന്ത്യയിലാണോ? പിന്നെ സീരിയസ്ലി നമ്മൾ കയറി വന്നതേ താഴെ കിടന്ന് ആ റോഡിൻ്റെ അവിടെ നിന്ന് കയറി. ഇത് ഏകദേശം എത്ര ഹൈറ്റ് ആണോ ഇവിടെ? അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ, തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോഴേ കിതപ്പ് തുടങ്ങിയത്. ഞാനോടും ആദ്യം തന്നെ. എടാ, നീ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട് വരുന്നേ? രണ്ടാളും എന്ത് വിശ്വാസത്തിലാണോ എന്തോ വരുന്നത്. ഞാനും കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കയറിയിട്ടില്ല, അപ്പുറ സൈഡാണ് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റോ? മലയാളത്തിൽ പറഞ്ഞാൽ നീ തെറ്റിക്കണ്ട. ഇവിടെ നൈസാണല്ലോ. മുള്ളുള്ളത് നല്ലതാണ്. ഓ, ഇവിടെ നിറച്ചുണ്ടല്ലോ. എന്നാ സാധനം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താ പേര്? റാസ്ബെറി. ഇത് തിന്നാൽ കുഴപ്പമൊന്നുമില്ല. 2 ദിവസമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതുവരെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഇതിന്റെ വേറെ കണ്ടുപിടിച്ചാണ്. ഇവിടെ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചേ? ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് 2 ദിവസം കഴിക്കുന്നുണ്ട്. ഇതല്ല, കഴിഞ്ഞ ദിവസം കിട്ടിയതല്ല. എനിക്ക് റെഡ് ആറുന്നുണ്ടോ? ഇവൻ പറഞ്ഞ കാണാൻ നോക്കട്ടെ. ഇത് കിട്ടണേ. ഈ സാധനത്തിന്റെ പേരെന്താ പറഞ്ഞേ? ഇതാണ് റാസ്ബെറി. റാസ്ബെറി. ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത്. എന്തായാലും മലയാളത്തിൽ പറയടാ. മലയാളം എല്ലോ എല്ലോ റാസ്ബെറി. ഇത് ആനപ്പിണ്ണം കിടക്കുന്നുണ്ടോ? നോക്കടാ, ഉണങ്ങിയതാ, പഴയതാന്നുള്ളത്. ഇവിടെ എല്ലാം ഉണ്ട്. This is elephant ചാണകം over here. എന്റെ പൊന്നടാ, മലയാളത്തിൽ we can see elephant ചാണകം over here. ഇവിടുന്ന് ഒത്തിരി ഉണ്ടോ പോവാൻ? യൂക്കാലി മരമാണ് ഈ നിൽക്കുന്നത്. എടാ, നീ മലയാളത്തിൽ പറടാ. ഇവൻ 6 മാസം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അതിന്റെ ട്രെയിനിങ് ആണ് നടക്കുന്നത്. ആ, തൊലി എടുത്ത ഇംഗ്ലീഷ് പറടാ. മോനെ, നിന്റെ നമ്പർ കമന്റ് ചോദിക്കാൻ ഞാൻ കൊടുക്കും കേട്ടോ.
is over there. We are walking over there. lemon ആണല്ലോ. lemon. It's a 5-star resort. പോരെ? So we are walking in a 5-star resort. Walking in the right side. We are walking in the. We are walking Continue. in respect. Actually, we are walking in the 5-star property, which is Limon Fort. It's over there. Yes, it's a lemon fort. It's located in Ottamaram. ഒറ്റമരം, മൂന്നാർ. Which is located in. ഓ ഗ്രാമർ പോട്ടറേ, നമ്മൾ സ്റ്റേറ്റ് ആയിരുന്നു. നിങ്ങളൊക്കെ CBSE വീട് വിട്ട് കളി. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് കാര്യം മനസ്സിലായത് കേട്ടോ. I'm also safe. But I'm not safe. പോടാ. ഇവിടെ ആന കിടക്കുന്ന സ്ഥലം. ഇവിടെ ആന കിടന്ന് പോയതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഓവർ ദയർ എലിഫന്റ് ചാണകം കിടപ്പുണ്ട്. അത് പഴയതാട്ടോ, ഉണങ്ങിയതാണ്. ആന ഉറങ്ങിപ്പോയിട്ട് ഒരു വർഷമായി. എടാ, ഇൻ കേസ് ആന എന്തെങ്കിലും നമ്മൾ ഓടിയാൽ എല്ലാവരും നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരണേ. ഏതുവഴിയെങ്കിലും ഓടി വന്നാൽ മതി. എന്തുവന്നാലും സൈഡിലേക്ക് ഓടുതാരും കുഴി പോവും. എന്തുവന്നാലും സൈഡിലേക്ക് പോകരുത്. കാരണം ഫെൻസിങ് ഇട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ആണ്. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് നോർമൽ ആവും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ പാടില്ല. പുലി 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 ഇത് ലെമോണിയൻസ് ബേളം കേൾക്കുന്നു. പിള്ളേർ കളിക്കുന്നു. എന്താ ബ്ലാക്ക് കളർ കാണുന്നുണ്ടോ? പിടിച്ചതല്ല, തീ ഇട്ടതാ അവര്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ വന്നപ്പോ കരഞ്ഞു. എന്നാടാ, മാജിക് മഷ്റൂം ആണോ? കൈ മുറിഞ്ഞോ? കൈ മുറിഞ്ഞു. എന്നെ കത്തിപ്പുലി പിടിച്ച് ഗായ്സ് പറഞ്ഞതാ. നോക്കൂ, എന്റെ കയ്യിൽ ചോര വരുന്നുണ്ട്. എന്റെ കൈ മുറിഞ്ഞ് ചോര വരുന്നത് കാടില്ല, തെണ്ടി. ഞങ്ങൾ അന്ന് പോയത് അതിൽ കൂടെ കൊക്കയെ കൂടെ കയറി പോയി. ശരിക്കും പേടിക്കാൻ ഈ വഴി അറിയത്തില്ലായിരുന്നോ? അറിയില്ല. പക്ഷെ ഇവിടെ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് Now I'm thinking how to. ചിലന്തിയോ? എവിടെ? ചലന്തി. നമുക്കതിനെ സ്പൈഡർ എന്ന് പറഞ്ഞ സ്പൈഡർ. എൻ്റെ അമ്മേ, കയറി കയറി. കാട്ട് പക്ഷെ എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ. എടാ കയറിപ്പടാ. ഇവിടെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇത്രയും ക്ഷീണം പാടില്ല. ഏ ഓ നൈസ്. ഈ വഴിയൊക്കെ ഇറങ്ങണല്ലേ, ഈ വഴിയാണ് നമ്മൾ കയറിയത്. തിരിച്ചു പോയി ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ? എങ്ങനെയുണ്ടോ സ്ഥലം? അടിപൊളിയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ കയറണം. ഞാൻ കുറേ നാളോട് ഇന്നലെ ട്രക്കിങ്ങിന് പോയി ഗസ്റ്റിൻ്റെ കൂടെ. യെസ്, നിങ്ങൾ മാറി, ഞങ്ങൾ കയറി പോവും. പിന്നെ അടുത്ത് നമുക്കൊരു 10-15 വരെ കൊണ്ടുവരാം. കപ്പയൊക്കെ പുഴുങ്ങി. എടാ എടാ നാണക്കേടാന്നേ, കയറി പോടാ ഇറക്കാം. ഓ അടിപൊളി കേട്ടോ. പക്ഷെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ മരങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ മണ്ടേ കയറണമെന്ന്. എനിക്ക് കടയോ? കട മീൻസ് പുല്ലിന്റെ, പുല്ലും മണ്ണുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലം. മൂട്ടില്. ഞങ്ങളുടെ നാട്ടിൽ മൂട്ടിലെന്ന് പറയും, പുല്ലിന്റെ മൂട്ടി ചോട്ടി പറയും. എടാ ഇത് എവിടത്തേക്കാടേ? തൃശ്ശൂര്, കൊല്ലം, പിന്നെ നിങ്ങളവിടെ? നീ എവിടെടാ? പാലക്കാട്, എറണാകുളം. എൻ്റെ അമ്മ എല്ലാവരും ഉണ്ട്. നൈസ്. നമുക്ക് നമ്മുടേതായ സ്ലാങ്ങിൽ സംസാരിക്കാം. അതായിരിക്കും നല്ല. ഇന്ന് ഇംഗ്ലീഷ് അവിടെ നിർത്തിക്കുക ആൾക്കാരെ. ഇന്റർനാഷണൽ ലാംഗ്വേജ് ഒന്നും വേണ്ടെന്ന്. കൊല്ലംകാര് എന്തിരേ? ഓ കൊല്ലംകാരല്ല, തിരുവനന്തപുരംകാരാണ് എന്തിനെന്ന് വയ്ക്കുന്നത്. കൊല്ലംകാര്. ഓ നൈസ്. ആ ചേച്ചിമാരെ കണ്ടോ? ഒരു പൊട്ട് പോലും ഉണ്ടല്ലേ. നമ്മള് നേരത്തെ കണ്ട ആ ചേച്ചിമാരാണ്. ഇപ്പൊ കണ്ടോ, ദൂരത്തിന്റെ ഇത് കൊണ്ടിട്ട് വെളുത്ത പൊട്ട് പോലെ.
പുട്ട് പോലെ മാറി തീട്ടെ. എടാ നമ്മുടെ അവിടെ നോക്കുമ്പോൾ കാണാമായിരുന്നു ഇത് കത്തുന്നേ. എടാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് സ്ലിപ്പായ താഴെ പോവും. നേരെ ഇങ്ങനെ ഈ റോഡ് പോ, നേരെ മേലോട്ട് പോ. ആ മേളിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാടാ. ഈ പുല്ലിനകത്തെ അധികം പിടിക്കല്ലോ കേട്ടോ, കൈ മുറിയും. നിനക്ക് നേരത്തെ ഈ പുല്ല് പിടിച്ചാണോ കൈ മുറിഞ്ഞേ? ഓ നൈസാണല്ലോ. ഇതിൻ്റെ ടോപ്പിലെത്തിയല്ലോ നമ്മൾ. റൈറ്റ് സൈഡിലേക്ക് പോകല്ലെന്ന് പറഞ്ഞ്. കണ്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ആൾക്കാർ രാത്രി കയറി ബിയർ അടിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്നും വിചാരിക്കും അവിടെ ഇറങ്ങി നിന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് പോകണം. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയല്ലേ. പക്ഷെ ഇവിടെ നിന്ന് എൻ്റെ പ്രോപ്പർട്ടി കാണത്തില്ലേ? കാണാമല്ലോ, തപ്പിയെടുക്കണം. ഓ നൈസ്. എടാ ഇതല്ലേ ടോപ്പ്? ഓ സൂപ്പറാടാ. ഈ സ്ഥലം എന്തേ അറിയാതെ പോയെന്ന്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യട്ടെ. ഈ കുട്ടി താഴേക്ക് ചാടാൻ പോ. രാവിലെ കുഴപ്പമില്ലല്ലേ? പക്ഷെ അവിടെ വെള്ളമില്ലല്ലോ. അടിപൊളി കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടി അവിടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഹേയ് മൈ പ്രോപ്പർട്ടി. അതല്ല അത് നിന്റെ പ്രോപ്പർട്ടി അല്ല, അതിൻ്റെ അപ്പുറത്ത്. എടാ അത് നിന്റെ പ്രോപ്പർട്ടി, നിന്റെ ബാൽക്കണി നോക്കടാ. മറ്റേ ഗ്രീൻ കളർ. ശരി ശരി ശരി. ഞാൻ അവിടെ ഒന്ന് കയറണല്ലോ, അപ്പൊ കയറണൂടെ? ഇതാ രേവ. അത് ലിമോൺ ഫോഗ്. പക്ഷെ ഗസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് അടിപൊളിയായിരിക്കും. അത് ഫോഗ് കണ്ട അവിടെ ഇരിക്കുന്നല്ലോ. റിലാക്സ് ആയിട്ട് അങ്ങോട്ടുണ്ടോ ഇനി? പില്ലാണ്ട് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി. ശരിക്കും നമ്മുടെ ഈ ട്രക്കിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ ഇമാതിരി വ്യൂവും അടിപൊളി ആംബിയൻസും ആയിരിക്കും. നമ്മളിതിൻ്റെ മേളിൽ എത്തിയപ്പോൾ ഇതേ കുറേ മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലവും. ഇവിടുന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ താഴെ നിന്ന് നമ്മൾ കാണുന്ന ഒരു കൂറ്റൻ മലയുടെ ഏറ്റവും ടോപ്പിൽ ഇവിടുന്ന് അടിപൊളി വ്യൂവും അതുപോലെ മഞ്ഞും കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അട്ടാർ ആംബിയൻസാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പ്രൊമോട്ട് ചെയ്ത് നമ്മളിപ്പോഴുള്ളവർക്ക് മീൻസ് പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ട്രക്കിംഗ് കൊടുക്കുക. മീൻസ് അവിടെ കൊണ്ടുപോയി കാണിച്ച് അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ കയറാത്തതുകൊണ്ട്, അതായത് ജനവാസ മേഖല അല്ലാത്തതുകൊണ്ടും ഒരുപാട് പേര് ചുമ്മാ വെറുതെ നടന്നു പോകുന്ന സ്ഥലം അല്ലാത്തതുകൊണ്ടും കാണാനും നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ അതുപോലെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പൂക്കളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഈ മഴ സമയത്തൊക്കെ മഴയൊക്കെ മാറി വരുന്ന ജൂൺ ജൂലൈ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ഇനി മൂന്നാർ വരുന്നവർ 2-3 വട്ടം മൂന്നാറൊക്കെ കറങ്ങി കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ച് ഒരു ട്രക്കിംഗ് പ്രോഗ്രാമിനൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് കയറി ആനപ്പിണ്ടോ കിടക്കുന്നുണ്ടോ? ഇത് ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വണ്ടിയിൽ കയറി സ്ഥലങ്ങൾ കാണാൻ പോയിട്ട് വരുന്നത് അത് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ഹിൽ ഏരിയയിലൊക്കെ ഒന്ന് മൂന്നാർ വാഗമണൊക്കെ പോയിട്ട് ഇതുപോലെ ട്രക്കിംഗ് പ്രോഗ്രാം, അതുപോലെ തേക്കടിയിൽ നല്ല ട്രക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ സൈറ്റിങ്സ് ഒക്കെ കൺഫേം ആയിട്ട് കിട്ടുന്ന ഏരിയാസ് ഒരുപാടുണ്ട്. ഫുൾ ഡേ ട്രക്കിംഗ്, മോർണിംഗ് ടു ഈവനിങ് നമുക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അതിനൊക്കെ പോയി കഴിഞ്ഞാൽ. ഇത് നമ്മൾ അങ്ങനെ പോകുന്ന ട്രക്കിംഗ് ഒന്നും അല്ല. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലം കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് നടന്നു പോയി കാണുന്ന ഒരു സ്ഥലം. എന്നിട്ട് തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടോ. നമ്മളാദ്യം വന്ന് ഇതൊക്കെ കണ്ടാലേ നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കോട്ടേജിലൊക്കെ താമസിക്കാൻ വരുന്ന ഗസ്റ്റുകളെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്നും അറിയാൻ വയ്യാതെ ഏതെങ്കിലും മലയൊന്നും കയറാൻ പൊക്കളയില്ലേ. എല്ലായിടത്തും മിക്കവാറും മൂന്നാറുള്ള എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റ് ഏരിയസിലൊക്കെ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒന്നും അറിയാതെ പോയി കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. എങ്ങോട്ട് എത്തണം എങ്ങോട്ട് ഓടണമെന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയായി പോകും. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം എങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ എവിടെ എത്തുമെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെയായാലും നമ്മൾ പിരിഞ്ഞു പോയാലും ഓടി ഒരിടത്ത് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗൈഡൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി കയറാവൂ കേട്ടോ. മൂന്നാർ എന്തായാലും ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ്. അതായത് മോർണിംഗ് ടു ഈവനിങ് ട്രക്കിംഗ്, നമ്മുടെ കുളുക്കുമല, മീശപ്പുലിമല അങ്ങനെയുള്ള പല ഈ ചക്രമുടി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ശരിക്കും ചക്രമുടിയുടെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. ചക്രമുടി പീക്കിൻ്റെ ഏറ്റവും ടോപ്പിലല്ല, ഇതൊരു ഭാഗം മാത്രമാണ്, ഒരു സൈഡ് മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ചക്രമുടി പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു പീക്കാണ്. അതിൻ്റെ മേളിൽ ഒരുപാട് കയറാനുണ്ട്. ഇത് നമ്മളൊരു ഭാഗത്ത് ഒരു ചക്രമുടി പീക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ.
അപ്പോൾ ഇതുപോലുള്ള ട്രക്കിംഗ് പ്രോഗ്രാംസ് ഒരുപാട് മൂന്നാർ അവൈലബിൾ ആണ്. മൂന്നാർ പാക്കേജ് എടുക്കുന്നവർക്ക് ഒരുപാട് ട്രക്കിംഗ് പ്രോഗ്രാംസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും ഡയറക്റ്റ് ബുക്ക് ചെയ്യാനൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ട്രക്കിംഗ് പാക്കേജസും ഉണ്ട്. അല്ലാതെ തന്നെ നമ്മൾ വരുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ലോക്കൽ ഗൈഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോകുന്ന പോലെ നമ്മുടെ കൂടെ ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി കണ്ട് ഈ വ്യൂ പോയിൻ്റ് ഒക്കെ കാണിച്ച് തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള പാക്കേജുകളും പല രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഈ മോർണിംഗ് ടു ഈവനിങ് ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഹെവി പരിപാടിയായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ചിലപ്പോൾ നടന്നു പോയി കാണാനൊക്കെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കോട്ടേജിലൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 7 o'clock സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8:30 9 o'clockനുള്ളിൽ തിരിച്ച് മീൻസ് ഒരു വാക്കൊക്കെ പോയി വ്യൂ പോയിൻ്റ് ഒക്കെ കാണിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 hours മാക്സിമം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർക്ക് ചെക്കൗട്ട് ആവുന്ന രീതിയിൽ. അത് ശരിക്കും വലിയ ട്രക്കിംഗ് ഒന്നും പറയണ്ട. അതായത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നില്ലേ, ആ പരിപാടി തന്നെ നമ്മുടെ കോട്ടേജിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളും കൊണ്ട് കാണിക്കുന്നു. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കാണിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലെ കുന്നും മലയൊക്കെ കയറി ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിൻ്റൊക്കെ പോയി കഴിയുമ്പോൾ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആവും. അതുപോലെ തേയിലത്തോട്ടം അതിനകത്തോടൊക്കെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു മീൻസ് ഞാൻ കൊല്ലത്ത് തന്നെ നമ്മുടെ ഈ കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും. ഫുള്ള് ഗ്രീനറിയും അതുപോലെ മഞ്ഞൊക്കെ ഇറങ്ങി തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ പരിപാടികളൊക്കെ നമ്മളും പ്ലാൻ ചെയ്ത് തരും കേട്ടോ. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ സ്റ്റേ ചെയ്ത് ട്രക്കിംഗ് പോലൊക്കെ പോയി ഇതുപോലെ നടന്നിട്ടൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം. നമുക്ക് മൂന്നാറിലെ സ്റ്റേയും അതുപോലെ ട്രക്കിംഗ് പ്രോഗ്രാമും അതുപോലെ കുളുക്കുമല മീശപ്പുലിമലയൊക്കെ പോയി കാണാനുള്ള മൂന്നാറിലെ ഒരു 90% 99% എന്ന് വേണമെങ്കിൽ പറയാം കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഹായ്, അപ്പോൾ നമ്മളിന്ന് പോയിട്ട് വന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ 5ാമത്തെ ഹയസ്റ്റ് മൗണ്ടനിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഫാമിലി കോട്ടേജ് ദ ഹെവൻ ഓഫ് മൂന്നാറിൻ്റെ നമ്മുടെ മൂന്നാറത്തെ കോട്ടേജിൻ്റെ തൊട്ടടുത്ത് അതൊരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുന്നൊരു പീക്ക് പോയിന്റിലാണ് നമ്മളിന്ന് പോയിട്ട് വന്നത്. അതാണ് ചൊക്രമുടി പീക്ക്. അപ്പോൾ ചൊക്രമുടി നമ്മുടെ കോട്ടേജിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് വ്യൂ കാണാൻ പറ്റും. എന്നും രാവിലെ ഇവിടെ ഇറങ്ങി ആലോചിക്കാറുണ്ട് അതിന് മണ്ടയ്ക്കൊന്ന് കയറണം. അപ്പോൾ ഇന്നാണ് കയറിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൊക്രമുടി നമ്മുടെ കോട്ടേജിൽ നിന്ന് കാണുമ്പോൾ വ്യൂ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി കോട്ടേജ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചൊക്രമുടി എങ്ങനെ കാണാൻ നോക്കാം. ഇത് കണ്ടോ, ചൊക്രമുടിയുടെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ കാണുന്ന ഈ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇന്ന് രാവിലെ കയറി പോയത് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ റോഡ് വഴി നടന്ന് നമ്മൾ അതിൻ്റെ താഴ്ന്ന് കയറി ഏറ്റവും ടോപ്പിൽ പോയി. അവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് കാണുന്നത്, അതാണ് നമ്മുടെ അവിടെ തീയൊക്കെ പിടിച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിന്ന് പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റിനെയൊക്കെ നമ്മൾ ചൊക്രമുടി പീക്ക് കൂടെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ റൂം ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാനത് കൊടുത്തേക്കാം കേട്ടോ. മൂന്നാർ വരുന്നവർക്കൊക്കെ നമുക്ക് കോട്ടേജും റൂംസും ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.